ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് നമ്മുടെ സുവിശേഷം കൂടെ പറയാനാണല്ലോ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. വീടുകളിൽ, വീഥികളിൽ, വഴിയോരങ്ങളിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും സുവിശേഷത്തിന്റെ സന്ദേശം മനസ്സിലാകേണ്ടതിന് ലളിതമായ നിലയിൽ നമ്മുടെ ഭാവികാല പ്രത്യാശയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വേദഭാഗങ്ങൾ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ഈ വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറയാമോ? പോരാ, ശബ്ദമുയർത്തി സ്തോത്രം പറയണം. ജീവനുള്ള പ്രത്യാശ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം വായിക്കണ്ട. 24, 26, 28 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 3 വിധ പ്രത്യക്ഷതകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ പ്രത്യക്ഷത പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ഒരിക്കൽ പ്രത്യക്ഷൻ ആയി. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന പദപ്രയോഗം ഒരു ഭൂതകാല ക്രിയയാണ്. അതൊരു കഴിഞ്ഞകാല സംഭവമാണ്. അതൊരു കഴിഞ്ഞകാല സംഭവമെങ്കിൽ, ഭൂതകാല ക്രിയയെങ്കിൽ എന്താണ് യേശുവിന്റെ ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2016 വർഷങ്ങൾക്ക് പിറകിൽ അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായ, സ്വർഗത്തിന്റെ തിലകമായ, ഈ ബ്രഹ്മാണ്ഡ ഗടാകത്തിന്റെ ഉടയവനും സൃഷ്ടാവും നിയന്ത്രണതാവും കാരണഭൂതനുമായ കർത്താവായ യേശുക്രിസ്തു ഒരു ജഡ ശരീരത്തിൽ ഈ മണ്ണിൽ വെളിപ്പെട്ടതിനെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. അടുത്ത ചോദ്യം ഇതാണ്: എന്തിനേശു ഇവിടെ പ്രത്യക്ഷനായി? അതിന് ബൈബിൾ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് അടുത്തത് അടിവരയിടേണ്ട പദമാ. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ക്രിസ്തു യേശു എന്തിനാ വന്നേ? പാപികളെ രക്ഷിക്കാനാ വന്ന്. പാപം അതിന്ന് രാത്രി മുഴുവൻ നിന്ന് പ്രസംഗിച്ചാലും അധിക പ്രസംഗമാകില്ലെന്നാ എന്റെ ചിന്ത. സഹൃദയരെ, പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞാലേ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷ എത്ര ഉന്നതമാണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടയതമ്പുരാൻ അങ്ങനെ എവിടെയെങ്കിലും മനുഷ്യന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്നല്ല. പ്രത്യുത പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം അറിയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാ പദപ്രയോഗമാണ് ഇരുമ്പെഴുത്താണി വജ്രമുന. ആകട്ടെ, ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ വജ്രമുന കൊണ്ടെഴുതിയാൽ എന്താ ഗുണം? പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. ആ ഭക്തൻ അസാധാരണമായ സാമ്പത്തിക തകർച്ചയിലൂടെ, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, ശാരീരിക കഷ്ടങ്ങളിലൂടെ പോയ വ്യക്തിത്വമാണ്. ചിലപ്പോഴെങ്കിലും തന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ അദ്ദേഹം വൈകാരികമായി പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി സഹിച്ച് ആ മനുഷ്യൻ പറയുക, എന്റെ ഈ സങ്കടമെല്ലാം കൂടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത്, അവയെ ഈയം കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഈയം കൊണ്ടെഴുതിയാൽ, ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ അത് വല്ലപ്പോഴത്തേക്കിനും ഉള്ളതല്ല.
മാത്രമല്ല, അത് സദാകാലത്തേക്കിനുമുള്ളതാണ്. ഇനി വേദപുസ്തകത്തിൽ നിന്ന് അതിന്റെ ഗൗരവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. യെശയ്യാ 21 നാം ഇങ്ങനെ വായിക്കുന്നു: അശൂർ രാജാവായ സാർഗോൺ, അതായത് അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. എന്നാൽ വേദപുസ്തകത്തിലല്ലാതെ ലോക ചരിത്രത്തിലോ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി, അശൂരിനെ ഭരിച്ചിരുന്നതായി ഒരു കാലത്ത് യാതൊരു തെളിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകരും വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ തെറ്റില്ല എന്ന് പറയുന്നത് ചുമ്മാതാ. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിട്ടില്ല, ഭരിച്ചിട്ടില്ല, ഭരിക്കാത്ത ഒരു രാജാവുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം കെട്ടുകഥ പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ തെറ്റുണ്ട്. ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, രാജ്യങ്ങൾ തോറും അവരത് പ്രസംഗിച്ച് പ്രചരിപ്പിച്ചു നടന്നു. വിജ്ഞാനകോശങ്ങളിൽ എഴുതി പിടിപ്പിച്ചു. ഒരു കാലത്ത് എൻസൈക്ലോപീഡിയ പോലും വേദപുസ്തകത്തിൽ തെറ്റുണ്ട് എന്നതിനായി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ AD 1482 പോൾ എമയിൽ ബോട്ട എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഉത്ഖനനം നടത്തി. അങ്ങനെ ഭൂഗർഭ ഗവേഷണ നിരീക്ഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ശിലാലിഖിതങ്ങൾ കിട്ടി. അതിൽ നിരവധി ശിലകളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ധാരാളം പേരുകളുടെ ഇടയിൽ അശൂർ രാജാവായ സാർഗോനെ കുറിച്ചും രേഖപ്പെടുത്തിയിരുന്നു. സാർഗോനെ കുറിച്ചും മാത്രം രേഖപ്പെടുത്തിയ ധാരാളം ശിലാലിഖിതങ്ങൾ അതിനകത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്ര ലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു എന്ന്. അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് സന്ദർഭോചിതമായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന കാലഘട്ടം മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ മനുഷ്യ മസ്തിഷ്കം അതിവേഗം വളരുന്ന കാലഘട്ടമാണ്. വിജ്ഞാനത്തിന്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചെടുത്ത് അവന്റെ കാൽക്കീഴെ ചവിട്ടി മെതിച്ച ഒരു കാലഘട്ടം. വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടം. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പറിച്ചു നടാൻ ശാസ്ത്രം അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തുന്ന കാലഘട്ടം. എന്നാൽ ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ: ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോർ എത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിന്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നീ നിന്റെ വരുതിയിൽ നിർത്തിയാലും നാളിതുവരെ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാതെ ഇരുന്നതും ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഏക വിശ്വാസ പ്രഖ്യാപന രേഖ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് നന്ദി പറയാം. എന്തിനാ ഇന്ന് രാത്രി ആ ഉദാഹരണം ഞാൻ ഇവിടെ എടുത്തുദ്ധരിച്ചത്? ഉദ്ധരിക്കാനുള്ള കാരണം ഇത്: ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞുപോയില്ല. എന്താ മാഞ്ഞു പോകാഞ്ഞ്? അത് ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതി, വജ്രമുന കൊണ്ടെഴുതി. അപ്പൊ ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകുകയല്ല, തീയിൽ കൊണ്ടിട്ടാലും അത് മാഞ്ഞു പോകുകയല്ല. അപ്പൊ മനുഷ്യ, നിന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ലളിത. ഇത്രേ ഉള്ളൂ. നിന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും നിനക്ക് മായിച്ചു കളയാൻ പറ്റുന്നതല്ല. പാപത്തിന്റെ കനത്ത കറ അത് കഴുകിക്കളയാൻ ഗൗരവമായ ഒരു രക്ഷാകര പദ്ധതി യേശു ക്രിസ്തു മൂലം, തന്റെ ക്രൂശു മരണം മൂലം നരവർഗത്തിന് ദൈവം ഒരുക്കി എന്ന് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അത് പറയുന്നതാ സുവിശേഷം. അത് പറയുന്നതിൽ ഇന്ന് രാത്രി എനിക്ക് അഭിമാനമുണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ രാത്രി ആമേൻ പറയാൻ ചങ്കൂറ്റമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് ഞാൻ ജമ്പ് ചെയ്ത് ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചു വരികയാണ്. ആകട്ടെ, യേശുക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത
യേശുക്രിസ്തുവിലൂടെ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതി ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ വേണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? അത് ന്യായമായൊരു ചോദ്യമാണ്, ന്യായയുക്തമായൊരു മറുപടിയും അതിന് പറയാം. ഞാൻ പറയാം, 90-ാം സങ്കീർത്തനം വായിക്കണ്ട 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഭക്തനായ മോശ പാടുകയാണ്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ആരാ പാടുന്നത്? മോശയാ പാടുന്നത്. എന്താ പാടുന്നത്? നീ അവരുടെ അകൃത്യങ്ങളെ എന്നല്ല, നീ അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, എന്റെയും ജനത്തിന്റെയും ഉൾപ്പെടെ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. മോശയെപ്പോലൊരു മനുഷ്യന് പാപബോധം തോന്നുക എന്നുള്ളത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാ മോശ? മോശ ആരാന്ന് 3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലക്ഷോപലക്ഷം ജനവുമായി ആ ദൈവ മനുഷ്യൻ മിസ്രൈമിൽ നിന്ന് കനാനെ ലക്ഷ്യമാക്കി പോകുകയാണ്. പക്ഷെ പോകുന്ന പോക്കിൽ മാർഗ തടസ്സമായി ചെങ്കടൽ കുലം കുത്തി ഒഴുകുകയാണ്. അദ്ദേഹത്തിന് മുമ്പാരും വടി നീട്ടി കൈ നീട്ടി കടൽ പുലർത്തിയതായി അദ്ദേഹം കേട്ടിട്ടില്ല. എന്നാൽ വിശ്വാസത്താൽ ആ മനുഷ്യൻ കൈ നീട്ടിയപ്പോ, വടി നീട്ടിയപ്പോ കടൽ പിളർന്നു മാറി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, കടൽ എങ്ങനെ പിളർന്നത്? മോശയുടെ കൈയുടെ ശക്തി കൊണ്ടല്ല, വടിയുടെ അധികാരം കൊണ്ടുമല്ല. പിന്നെ എങ്ങനെയാണെന്ന് യെശയ്യാ 63 വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായ മോശ തന്റെ ബലഹീന കരം കടലിന് മീതെ നീട്ടിയപ്പോൾ മറ്റൊരു കരം ആ കരത്തിനു മുകളിൽ വന്നു നിന്നു. ഏതു കരം? ആകാശത്തെ വിരിച്ച, ഭൂമിക്ക് അടിസ്ഥാനമിട്ട, തന്റെ ദാസനോട് മുൻപോട്ട് പോകാൻ കൽപ്പിച്ചവന്റെ കരം. ആ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്നപ്പോ കടൽ 2ആയി പിളർന്നു മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവഹിതത്തിനും ദൈവത്തിന്റെ നിയോഗത്തിനും ചുവടെടുത്തു വെച്ച് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയുടെ നടുവിൽ വീർപ്പുമുട്ടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ശക്തമായി ഇടപെടുന്നു. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന ശക്തികൾ എത്ര പ്രബലമെങ്കിലും അതിനോട് പ്രതികരിച്ച് നിന്നെ ജയകരമായി നടത്താൻ വിശ്വസ്തനായ ഒരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് ആത്മാവ് ആലോചന പറയുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയ്ക്ക് മുമ്പോ മോശയ്ക്ക് ശേഷമോ ആരും കൈ നീട്ടി വടി നീട്ടി കടൽ പിളർത്തിയിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ മറ്റാരും ആവർത്തിച്ചിട്ടില്ലാത്ത അത്ഭുതം ചെയ്ത മനുഷ്യനാ മോശ. ആരാ മോശ? മോശ ആരാന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പെങ്ങളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ചില കമന്റ്സ് ഒക്കെ പാസ്സാക്കി. ഞാനായിരുന്നു മോശയുടെ സ്ഥാനത്തെങ്കിൽ തമ്പുരാനോട് പറഞ്ഞേനെ, ദൈവമേ 10-30 ലക്ഷം ജനത്തിന്റെ നേതാവാൻ ഞാൻ, എന്റെ കൂടപ്പുറപ്പുകൾക്ക് ആ ബോധമൊന്നും ഇല്ലല്ലോ, എന്റെ ഭാര്യയെക്കുറിച്ചും എന്നെക്കുറിച്ചും അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ, എന്റെ ദൈവമേ ഞാൻ എങ്ങനെ ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കുക? ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടല്ലാതെ ഇനി ഞാൻ വെള്ളം കുടിക്കുകയാണെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ ഉപവസിച്ചേനെ, ഞാനാണെ പ്രാർത്ഥിച്ചേനെ, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടേനെ. പക്ഷെ മോശ പ്രാർത്ഥിച്ചില്ല, മോശ ഉപവസിച്ചില്ല, മോശ ആവശ്യപ്പെട്ടില്ല. എന്നാൽ മോശ ഉപവസിക്കാതെ, മോശ പ്രാർത്ഥിക്കാതെ, മോശ ആവശ്യപ്പെടാതെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ നിന്റെ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അനധിവിദൂര ഭാവിയിൽ തെളിയിക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന
ആലോചന പറയുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ മോശെ ആവശ്യപ്പെടാതെ ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു. മിരിയാമിനെ ദൈവം ശിക്ഷിച്ചു. അവൾ കുഷ്ഠരോഗിയായി പോയി. ഉടനെ മോശ വക്കാലത്തിന് ചെല്ലുക, തമ്പുരാനെ ക്ഷമിക്കണേ, എന്റെ പെങ്ങളാണ്, ചാവിള്ള പോലെ ആയി പോകല്ലേ തമ്പുരാനെ. പക്ഷെ മോശയുടെ വക്കാലത്തൊന്നും ദൈവം പിടിച്ചില്ല. സ്വന്തം കൂടപ്പിറപ്പ് ആ ദൈവ മനുഷ്യന്റെ ഭാര്യക്കെതിരെ ആദരം ചലിപ്പിച്ചപ്പോൾ മോശയുടെ വക്കാലത്ത് പിടിക്കാതെ അവളെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയ ഒരു ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്തിനാ ടെൻഷൻ? മറ്റാരേക്കാൾ നിന്നെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനെ അല്ലേ ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്? എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ മോശയാരാന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. 250 പേര് കോരകന്റെ ഒക്കെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ കമ്മിറ്റി കൂടി പ്രമേയം പാസാക്കി. അന്നത്തെ കാലത്തെ പ്രത്യേകത അറിയാമോ? മരിച്ചവരും മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവര് അവരെ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ചാരുമൂട്ടിലും പിന്നെ ഇതിനടുത്ത സ്ഥലം ഏതാ വാസ്തു? കണ്ണമം. അടുത്തത് ശൂരനാടോ. എന്തുവാട്ടെ, ശൂരനാടാണേലും കണ്ണമത്താണേലും ചാരുമൂട്ടിലാണേലും അടൂരാണേലും കറ്റാനത്താണേലും മാവേലിക്കരയാണേലും ഒരു കാലത്ത്, ഇന്ന് ഇടുക്കിയിലാണേലും കുമ്പളിയിലാണേലും ഒരു കാലത്ത് മരിച്ചവരും മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവര് മരിച്ചവരെ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നാരും മരിച്ചിട്ട് കുഴിവെട്ടാൻ ഇരിക്കണ്ട, കുഴിവെട്ടി ഇട്ടിരിക്കുകയാണ്, മരിച്ചു കിട്ടിയാൽ മതി. കാലം അങ്ങനെ മാറി. പക്ഷെ പണ്ടങ്ങനല്ലല്ലോ. മരിച്ചവര് മരിച്ചു കഴിയുമ്പോ ജീവിച്ചിരിക്കുന്നവര് കുഴിവെട്ടി അടക്കുന്ന പതിവല്ലേ ഉള്ളത്. പക്ഷെ മോശയ്ക്കെതിരെ പിറുപിറുത്ത കോരകും കൂട്ടരും മരിച്ചില്ല. ജീവിച്ചിരുന്നവരാരും അവർക്ക് കുഴിവെട്ടിയുമില്ല. എന്നാൽ അവർ മരിക്കാതെ ജീവനോടിരിക്കെ മനുഷ്യരാരും കുഴിവെട്ടാതെ ഭൂമി തന്നെ ശവക്കുഴി തുറന്ന് ജീവനോടെ അവരെ വിഴുങ്ങിക്കളഞ്ഞു. തന്റെ ഭക്തനെതിരെ ആദരം ചലിപ്പിച്ചവരെ, തന്റെ അഭിഷക്തനെതിരെ വീരൽ ചൂണ്ടിയവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാതെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ നീതി എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്റെ മാന്യ സുഹൃത്തെ, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്റെ കാര്യം എറിഞ്ഞു കൊടുത്ത് നീ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുമ്പോൾ അതരം തുറന്ന് ശബ്ദമുയർത്തി ഈ രാത്രി സ്തോത്രം പറയാൻ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യനാ പറയുന്നത്, ആ ഭക്തനാ പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമുക്ക് മോശയോട് ചോദിക്കാം, മോശേ, താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, പാപബോധം തോന്നുന്നുണ്ട്. എന്താ തോന്നാൻ കാരണം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ ആളും മോശയ. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി വരുമ്പോൾ ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന, ഏത് കൽപ്പന? നീ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് മനുഷ്യനോട് ദൈവം പറഞ്ഞ കൽപ്പന പിൽക്കാലത്ത് പുസ്തകത്തിൽ എഴുതിയ ആള് മോശയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് മോശ പുസ്തകത്തിൽ എഴുതിയപ്പോൾ മരണം എത്ര ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് പിടികിട്ടിയില്ല. എഴുതിയപ്പോൾ അങ്ങ് എഴുതി. എന്നാൽ ഇപ്പൊ സ്വന്തം സഹോദരൻ അഹരോൻ മരിച്ചു. ആ ശവമഞ്ചത്തിനകത്ത് വെട്ടിയിട്ട മരക്കഷണം പോലെ അഹരോന്റെ ശരീരം കിടക്കുമ്പോഴാണ് മോശ ഈ പാട്ട് പാടുക. ഈ പാട്ട് പാടാൻ എന്താ കാരണമെന്നറിയാമോ? എന്റെ ദൈവമേ, അഹരോൻ ഈ കിടപ്പ് കിടക്കാൻ കാരണം
പാപമാണ്. പാപിയായതുകൊണ്ടാണ് അവൻ മരിക്കേണ്ടി വന്നത്. മരണം പാപത്തിന്റെ ശമ്പളമാണ്. ഇന്ന് ഇവനാണ് കിടക്കുന്നതെങ്കിൽ നാളെ ഞാൻ കിടക്കേണ്ടി വരും. ഞാനും ഇങ്ങനെ കിടക്കേണ്ടി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പാപിയാണെന്നാണ്. പാപി ആയതുകൊണ്ടാണ് ഞാൻ മരിക്കേണ്ടി വരിക. ആ ആത്മവേദനയില മോശ പാടുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മാന്യ മിത്രങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് യേശുവിനെ വേണ്ട. യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ വേണ്ട. വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കണം. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റൊരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തേണ്ടവരാണെങ്കിൽ, നിങ്ങൾ മരിക്കേണ്ടി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പാപിയാണെന്നാണ്. പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ പാപിക്ക് പാപത്തിന് പരിഹാരം ഒന്നല്ലാതെ മറ്റൊന്നില്ല. അത് നസ്രയനായ യേശുവും യേശുവിന്റെ ക്രൂശും മരണവുമാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആർത്തക്കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റൂ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് ജമ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. ആകട്ടെ, മനുഷ്യന്റെ പാപത്തിന് എന്താ പരിഹാരം? 2 വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കണം. അത്യാവശ്യ വാക്യമായതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആ വാക്യത്തിന്റെ അർത്ഥം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ലളിതമായി എന്നെ വിവിധ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കി തരാം. സഹോദരങ്ങളെ, നമുക്കറിയാം 4-ാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം, ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടന ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെ നല്ല അംശങ്ങൾ കൂടി ഒപ്പിയെടുത്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടായത്. നമ്മുടെ ഭരണഘടനാ ശില്പികളൊക്കെ നമുക്ക് വിഭാവന ചെയ്ത ഒരു പരമാർത്ഥമുണ്ട്. ആ പരമാർത്ഥം ഇതാണ്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഭരണഘടനയുടെ കാവൽ ഭടനാണ് പൊന്തിയോസ് പീലാത്തോസ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ വിസ്താരത്തിന് കൊണ്ടുവരുന്നു. അല്ല, അതിനു മുമ്പ് ഹന്നാവിന്റെ മുമ്പിൽ, കയ്യപ്പാവിന്റെ മുമ്പിൽ, യഹൂദ മത കോടതിയായ ആ സന്നിധി സംഘത്തിന്റെ മുമ്പിൽ, പീലാത്തോസിന്റെ മുമ്പിൽ മാത്രം 3 പ്രാവശ്യം, ഹെരോദാവിന്റെ മുമ്പിലും അവസാനം പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ വിസ്താരത്തിന് കൊണ്ടുവന്നു. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. അവസാനം പൊതുലോകത്തോട് ആ ന്യായാധിപതി പറയുക, ജഡ്ജി പറയുക, ബഹുമാനപ്പെട്ട കോടതി പറയുക, ഇദ്ദേഹം നിരപരാധിയ, ഇദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. സാമാന്യ നീതിബോധത്തെ കുറിച്ച് അറിവുള്ള ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു, യേശു ക്രിസ്തുവിനെ ആ ന്യായാധിപതി വിസ്തരിച്ചിട്ട് ഇദ്ദേഹം നിരപരാധി, ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്താ പറയേണ്ടത്? ഇദ്ദേഹം നിരപരാധിയായതുകൊണ്ട്, കുറ്റം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് വെറുതെ വിടുന്നു എന്നല്ലേ? ഈ നാട്ടിൽ ആരെയെങ്കിലും ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിലേക്ക് കൈമാറി, വാദപ്രതിവാദങ്ങൾ നടന്നു, അവസാനം ബഹുമാനപ്പെട്ട കോടതി പറയുക ഇദ്ദേഹം നിരപരാധി, കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് നീതിബോധമായി എന്താ പറയുക? കുറ്റം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, നിരപരാധിയായതുകൊണ്ട് വെറുതെ വിടുന്നു എന്നല്ലേ? അല്ല, കുറ്റം തെളിയിക്കപ്പെട്ടാൽ കുറ്റത്തിന് ഭരണഘടന അനുശാസിക്കുന്ന ശിക്ഷ നൽകുകയല്ലേ പതിവ്? അതല്ലേ ലോക സാമാന്യ നീതിബോധം? പക്ഷെ ലോക ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു വിധി പീലാത്തോസിന്റെ കൽത്തളപ്പിൽ നടന്നു. അദ്ദേഹം പറയുന്നു യേശു നിരപരാധി, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ അടുത്തത് പറയുന്നത് ഞാൻ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നല്ല, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്ക. ഇന്ന് രാത്രി മുഴുവൻ ലോകത്തോട് ഞാൻ ചോദിക്കുന്നു, എന്റെ യേശു നിരപരാധി, എന്റെ യേശു കുറ്റം ചെയ്തിട്ടില്ല എന്ന കോടതി പറഞ്ഞിട്ട് എന്തുകൊണ്ട് യേശുവിനെ വെറുതെ വിടാതെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു? അതിന്റെ മർമ്മം നിങ്ങൾ അറിയണം. അത് പീലാത്തോസിന്റെ തീരുമാനമായിരുന്നില്ല, പ്രത്യുത സ്വർഗീയ കോടതിയുടെ നിർണയമായിരുന്നു. ഏതാണ് ആ നിർണയം? പാപമറിയാത്ത യേശുവിനെ എനിക്കും നിങ്ങൾക്കും പകരം പാപമാക്കിക്കൊണ്ട്, പാപിയായ മനുഷ്യ
ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര പദ്ധതി അതാണെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ ആദരം തുറന്ന അഭിഷേകത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി കന്തലിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കരം ഒന്നുകൂടെ കരമുയർത്തി ശക്തിയോടെ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അടുത്ത ഭാഗത്തേക്ക് 1 പത്രോസ് 2:24 കൂടെ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 2:24 കൂടെ ഒന്ന് വായിക്കാമോ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൻ. ആ വാക്യത്തിന്റെ അകത്തൊരു ദൈവശക്തി ഇല്ലേ സഹോദരങ്ങളെ? അത് വായിക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കണ്ടേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി അവന്റെ പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആവേശത്തോടെ അധികാരത്തോടെ അതരം തുറന്ന് സ്തോത്രം പറയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ ആ ചിന്തയിലേക്ക് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി, മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിഴുതെടുക്കപ്പെട്ടവനായി, പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് എന്റെ യേശു നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് 2 ഇരുമ്പ് തൂണുകളുടെ നടുവിൽ എന്റെ രക്ഷിതാവിന്റെ പോലെ വളച്ചു നിർത്തിയിരിക്കുകയാണ്. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ. ആ ചാട്ടവാറിന്റെ അറ്റത്ത് ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ഘടിപ്പിച്ചിരിക്കുന്നു. പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാറെടുത്ത് എന്റെ രക്ഷിതാവിന്റെ പുറത്തേക്ക് ആഞ്ഞെറിയുമ്പോൾ ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ആ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പടയാളികൾ ആ ചാട്ടവാർ മുകളിലേക്ക് പറിച്ചു പൊക്കിയെടുക്കുകയായിരുന്നില്ല, പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാർ താഴേക്ക് വലിക്കുകയായിരുന്നു. താഴേക്ക് ആ ചാട്ടവാർ നിറങ്ങി നീങ്ങുമ്പോൾ എന്റെ രക്ഷിതാവിന്റെ പുറത്തെ മാംസങ്ങൾ പല സൈഡിലേക്ക് കീറി തൂങ്ങി മറിയപ്പെട്ടു. പല പ്രാവശ്യത്തെ അടി കഴിഞ്ഞപ്പോ യേശുവിന്റെ പുറത്തെ മാംസം തൂങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ആ തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവിലൂടെ ഊറി ഒഴുകി വരുന്നു രക്തം. ആ രക്തം അവസാനം വന്ന് തളം കെട്ടിക്കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത്. ഇന്നേക്ക് 2018 കൊല്ലങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് എന്റെ രക്ഷിതാവിന്റെ ഉഴുതുമറിയപ്പെട്ട മാംസത്തിന്റെ വിടവിലൂടെ ഒഴുകിയിറങ്ങി പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ രക്തത്തിന്റെ അകത്ത് നിന്റെ രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഒരത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിച്ചുകൂടാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ഇറങ്ങട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ നിന്റെ ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആധാരം തുറന്ന് കരമടിച്ച് 1 മിനിറ്റ് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. സുവിശേഷം ഇന്ന് രാത്രി ദൈവശക്തിയായി ഈ പന്തലിന്റെ കീഴിൽ ഇറങ്ങട്ടെ. ഈ രാത്രി ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില രോഗികൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. വിശ്വസിക്കുന്ന അഭിഷേകന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് 2 മിനിറ്റ് അന്യഭാഷയിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക.
ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, ദൈവവചന ശുശ്രൂഷയാൽ അത്ഭുത രോഗശാന്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരു നിശ്ചിത പ്രായത്തിൽ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളും സെല്ലുകളും ഒക്കെ വളരും കേട്ടോ. ആ സമയത്ത് നല്ല കാഴ്ചയാ, നല്ല കേൾവിയാ, നല്ല വിശപ്പ്, അസ്ഥിക്ക് നല്ല പുഷ്ടിയ, മാംസത്തിന് നല്ല പുഷ്ടി, അസ്ഥിക്കൊക്കെ നല്ല ബലമാ, നമുക്ക് എന്തും ചെയ്യാനുള്ള ആ പ്രാപ്തിയും ആവേശവുമുണ്ട്. എന്നാൽ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ നിർജീവമാവും. ആ സമയത്ത് കാഴ്ച കുറയും, കേൾവി നഷ്ടപ്പെടും, ശരീരത്തിന്റെ മാംസത്തിന്റെ പുഷ്ടി പോകും, അസ്ഥിയുടെ ബലം പോകും. ഒരുപക്ഷെ ശരീരത്തിൽ രോഗങ്ങളൊക്കെ വന്നെന്ന് വരാം. അതിന് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കണമെന്നൊന്നും ദുർവാശി പിടിക്കരുത്. എൻ്റെ ശരീരം താഴ്ചയുള്ള ശരീരമാണെന്നും അതിനനുസരിച്ച് എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും അറിഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും പിറുപിറുക്കാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ചില രോഗങ്ങൾ പ്രായനിമിത്തമല്ല, ചില രോഗങ്ങൾ പ്രകൃതിക്കെതിരെ നീങ്ങുന്നത് കൊണ്ട്. പ്രകൃതിക്കെതിരെ നീങ്ങിയാൽ നമുക്ക് രോഗമുണ്ടാകും. ശുചിത്വമില്ലായ്മ കൊണ്ട് നമുക്ക് രോഗമുണ്ടാകും. അമിത ഭക്ഷണം കൊണ്ട് നമുക്ക് രോഗമുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള രോഗം മാറാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒന്ന് സ്വോത്രം പറ. പോരാ, ആ സ്വോത്രം പോരാ. കാരണം ഉയർത്തി ഒരിക്കൽ കൂടി സ്വോത്രം പറയണം. അങ്ങനെയൊക്കെ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. പ്രകൃതിക്കെതിരെ നീങ്ങരുത്, ശുചിത്വത്തോടെ ജീവിക്കണം, കാര്യങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യണം. എന്നാൽ എല്ലാ രോഗങ്ങളും ശുചിത്വമില്ലായ്മ നിമിത്തമല്ല, എല്ലാ നിമിത്തവും പ്രായാധിക്യം നിമിത്തമല്ല, എല്ലാ രോഗവും പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം നിമിത്തമല്ല. ചില രോഗങ്ങളുടെ എങ്കിലും പിറകിൽ നിന്നെ സമയത്തിന് മുമ്പേ ഈ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ, നിന്റെ ഉപജീവന മാർഗങ്ങളെ അടച്ചു കളയാൻ, നിന്റെ മേൽ വെളിപ്പെടാനുള്ള ഭാവി ശുശ്രൂഷയുടെ വഴികളെ ഇല്ലായ്മ ചെയ്യാൻ ദുഷ്ടപിശാച്, അന്ധകാര ശക്തികൾ ആവാഹിച്ചയച്ച രോഗത്തിന്റെ ആത്മാവാകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ലോകത്തിലുള്ള ഒരു മെഡിക്കൽ സയൻസിനും വൈദ്യശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തത്തിനും ആ രോഗം മനസ്സിലാകത്തില്ല. നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ചികിത്സിച്ചാലും ആ രോഗം ഭേദമാകില്ല. കാരണം അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഒരു പൈശാചിക വ്യാപാരമാണ്, ദുരാത്മാവാണ്, രോഗാത്മാവാണ്. അതിന് മെഡിസിൻ കൊടുത്തത് കൊണ്ട് ഭേദമാകില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു രൂപയും നീ മുടക്കണ്ട. നിന്റെ കുടുംബത്തിനകത്ത് കുടിയിരിക്കുന്ന, നിന്റെ ശരീരത്തിനകത്ത് കുടിയിരിക്കുന്ന, നിന്റെ ഉപജീവന മാർഗത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ ആയുസ്സിനെതിരെ, പ്രാണനെതിരെ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ശക്തികൾ, രോഗത്തിന്റെ കടുങ്കെട്ടുകൾ എത്ര പ്രബലമെങ്കിലും പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി ആത്മാവിൽ കൽപ്പിക്കുന്നു, ആ രോഗത്തിന്റെ കടുങ്കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി എന്റെ സന്ദേശം കേൾക്കാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ, ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ കുടിയിരിക്കുന്ന രോഗാത്മാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ യേശു ക്രിസ്തുവിന്റെ പവിത്ര രക്തവും യേശുവിന്റെ വചനവും ഞങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ആ രോഗാത്മാക്കൾ അഴിയട്ടെ, ആ രോഗശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ അതരം പൂട്ടിയിരിക്കണ്ട കേട്ടോ. അതരം തുറന്ന് കരമടിച്ച് 2 മിനിറ്റ് അഭിഷേകത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു. നാളുകളായി നിന്നെ ബന്ധിച്ച ചില രോഗത്തിന്റെ കടുങ്കെട്ടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ അഴിച്ച് മാറ്റുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, സഹോദരിമാർ അവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, സഹോദരന്മാർ അവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, അഭിഷക്തന്മാർ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 18 വർഷമായി ആലയത്തിനകത്ത്
രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട കൂനിയായ സ്ത്രീയുടെ രോഗബന്ധനത്തെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റിയില്ലേ? 18 വർഷമായി പള്ളിക്കകത്ത് അവൾ ഉണ്ട്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് അസ്ഥിക്ക് വന്ന കുഴപ്പമാണ്. എന്നാൽ 18 വർഷമായി അവളുടെ നടുവിനെ കുനിയിച്ചത്, അവളെ വളയിച്ചത് ഒരു രോഗാത്മാവായിരുന്നു. കർത്താവ് ആ രോഗാത്മാവിനെ പുറത്താക്കി. ഇന്ന് രാത്രി എന്റെ സഹോദര, ഇന്ന് രാത്രി എന്റെ സഹോദരി, നിന്റെ ശരീരത്തിനകത്ത് നീ അനുഭവിക്കുന്ന പല രോഗത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ ദുരാത്മാവുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിലും ആശ്രയിച്ച് ഇന്ന് രാത്രി ആ രോഗാത്മാക്കളോട് കൽപ്പിക്കുന്നു, ആഴിഞ്ഞു മാറുക. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ, ശരീരവും മനസ്സും ഒരുപോലെ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. രക്തം ജയം, യേശു ക്രിസ്തുവിന്റെ രക്തം ജയം, യേശു ക്രിസ്തുവിന്റെ രക്തം ജയം. സ്വർഗം ഇന്ന് രാത്രി ചിലർ തൊട്ടത് കൊണ്ട് നന്ദി, സൗഖ്യമാക്കിയത് കൊണ്ട് നന്ദി, വിടുവിച്ചത് കൊണ്ട് നന്ദി. ഇന്ന് രാത്രി ചിലർ തുള്ളിച്ചാടി പോകത്തക്ക നിലയിൽ ദൈവമഹത്വം വെളിപ്പെടുത്തിയതിനാൽ അങ്ങയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, കരമുയർത്തി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീതിയിലൂടെ ഇടത്തോട്ടും വലത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വീണും എണ്ണീറ്റും വീണും എൻ്റെ രക്ഷിതാവ് നടന്നു നീങ്ങി തലയോടിടുമെന്ന ഗോൽഗോഥാ മലയുടെ മുകളിൽ എൻ്റെ പ്രാണപ്രിയനെ കൊണ്ടുവന്നു. ക്രൂശിന്മേൽ കിടത്തി അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. അസഹനീയമായ വേദന സഹിക്കവയ്യാതെ ഉറക്ക നിലവിളിക്കുന്നു. ലോകത്ത് മറ്റൊരിടത്തും തലചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് മുൾക്കിരീടം ചൂടിയ തല സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിയുന്നതിന് തൊട്ട് മുൻപ് മുഴുലോകത്തോടും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യേശു എന്താ അവസാനം പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല. ഒന്നുകൂടെ പറയാ, കർത്താവായ യേശു ക്രിസ്തു മുഴുലോകത്തോടും പറഞ്ഞത് ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല. പിന്നെ എന്താ പറഞ്ഞത്? തെറ്റലഷ്ടായി, സകലവും നിവർത്തിയായി. മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതല്ല ഞാനിതോ നിവർത്തിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് മുൾക്കിരീടം ചൂടിയ തല തോളോട് ചായ്ച്ചു വെച്ച് രക്ഷിതാവ് പ്രാണനെ വെടിഞ്ഞു. അവസാനം ഒരു പടയാളി വന്ന് വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തമൊഴുകുവാനില്ലാതിരുന്നിട്ട് വെള്ളമാണ് ഒഴുകിയത്. എവിടെ പോയി ആ രക്തം മുഴുവൻ? ആർക്ക് വേണ്ടി ഒഴുക്കിയ രക്തം മുഴുവൻ? ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, നിങ്ങൾക്ക് വേണ്ടി യേശു ആ രക്തമൊഴുക്കി. അതുകൊണ്ടല്ല ബൈബിൾ പറയുക, വരിക നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെയാക്കാം. അതിചുവപ്പായിരുന്നാലും ഞാൻ അതിനെ പഞ്ഞി പോലെയാക്കാം. എനിക്ക് അവിടെ നിന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയപരിമിതി എന്നെ അനുവദിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ചോരപ്പുഴയിൽ മുങ്ങിപ്പൊങ്ങി പാപമോചനം പ്രാപിച്ച എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്റെ മാന്യ സുഹൃത്ത്, കൂട്ടുകൂടി അടിച്ചു പൊളിച്ച് പലതും ചെയ്തു കൂട്ടി നടക്കുമ്പോ നിനക്ക് ഹരമാ, സന്തോഷമാ. എന്നാൽ ഏകാന്തതയുടെ സമയങ്ങളിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളല്ല നിന്റെ മനസാക്ഷി കോടതിയിൽ കുറ്റബോധത്താൽ വേട്ടയാടി നിരാശ കുടിയേറി എന്തിനൊരു ജീവിതം, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ആത്മഹത്യ ചെയ്യാമെന്ന് പോലും നിനക്ക് തോന്നലുളവാക്കി ജീവിതത്തെ നിരാശപ്പെടുത്തി എന്നെ മനുഷ്യനാക്കി മാറ്റുന്ന, എനിക്ക് സമാധാനം തരുന്ന, എന്റെ പാപം മാറ്റുന്ന
കാണുന്ന ഒത്തിരി പേരുടെ ശാപങ്ങൾ, പ്രാക്കുകൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മേലുണ്ട്. ആ പ്രാക്കിന്റെ കെട്ടിൽ നിന്ന്, ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ? എനിക്ക് സ്വസ്ഥത തരുന്ന, എനിക്ക് സമാധാനം തരുന്ന, എന്നെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന, ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ തകർച്ച എത്ര ഭയങ്കരമാണെങ്കിലും, നീ എത്ര കൊടിയ പാപിയാണെങ്കിലും, നിനക്ക് സമാധാനമില്ലെങ്കിലും, നീ ജീവിതത്തിൽ നിരാശപ്പെട്ട വ്യക്തിത്വമാണെങ്കിലും, നിനക്ക് സമാധാനം തരാൻ കഴിയുന്ന, നിനക്ക് സ്വസ്ഥത തരാൻ കഴിയുന്ന, നിന്റെ പാപം ക്ഷമിക്കാൻ കഴിയുന്ന, ശാപത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ കഴിയുന്ന, പ്രാക്കിന്റെ ദോഷം മാറ്റാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് വേദപുസ്തകം പറയുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് സ്തോത്രം ചെയ്ത് പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയുന്ന ദൈവമക്കൾ പോരാ, കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം പറയുക. അവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. മുൻപോട്ട് ഞാൻ പോകട്ടെ. യേശു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. എന്തിനു പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായി. അടുത്ത പദം കേൾക്കണോ? അവൻ പാപപരിഹാരം വരുത്തി. അതുകൊണ്ട് വേദപുസ്തകം പറയുക, അവൻ പാപപരിഹാരം വരുത്തിയ ശേഷം. അത് യേശു ഒരിക്കൽ ഇവിടെ വന്നത് പാപത്തിന് പരിഹാരം വരുത്താനാണ്. പാപത്തിന് പരിഹാരം വരുത്താൻ വന്നവൻ പാപപരിഹാരം വരുത്തി. ഇന്നേക്ക് 2018 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മനുഷ്യനായി ഈ മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ പാപത്തിന് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എനിക്ക് പകരം അനുഭവിച്ച് എന്നെ രക്ഷിക്കാനാണെന്ന് ഹൃദയംഗമമായി ആര് വിശ്വസിക്കുന്നു അവർക്ക് അവന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാൽ കിട്ടുന്നതാണ് നീതീകരണം. അത് അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി പന്തലിൽ ഓടിക്കൂടിയത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി, അതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. 2, ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എവിടെ? അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയിൽ. ആർക്കു വേണ്ടി? മുഴു ലോകത്തിനും വേണ്ടിയല്ല, നീതീകരിക്കപ്പെട്ട തന്റെ ഭക്തർക്കു വേണ്ടി യേശു ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴൊക്കെ? 24 മണിക്കൂറും 365 ദിവസവും ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുന്നിടം വരെ എന്നെ ഓർത്ത് പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്ത് ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ആ ഉറപ്പുള്ളത് കൊണ്ടാ വേറെ ആരുടെയും വക്കാലത്ത് നമ്മൾ പിടിക്കാത്തത്. ഒരു നല്ല സ്വതന്ത്രം അതരം തുറന്നു പറ. ഏതെങ്കിലും ഒരു കേസിലെ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ പിടിച്ചു, അങ്ങേര് വാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ അകത്തു പോകുന്ന ലക്ഷണം. അഡ്വക്കേറ്റിന്റെ കഴിവുകേടിൽ, ആ കഴിവുകേട് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചെന്ന് പറയും, സാറേ സാറിന് ഫീസ് പോരെ, ഫീസ് എത്ര എന്ന് പറ, പക്ഷെ ദൈവത്തെ ഓർത്ത് വക്കാലത്ത് എനിക്ക് ഒഴിവാക്കി തരണം. വക്കാലത്ത് ഒഴിവാക്കണമെന്ന് തോന്നുന്നത് വക്കീലിന്റെ കഴിവിൽ ആത്മവിശ്വാസമില്ലാതെ വരുമ്പോഴാണ്. എന്നാൽ ഒരു അഡ്വക്കേറ്റിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ വക്കാലത്ത് ഒഴിയേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ യേശു അല്ലാതൊരു മധ്യസ്ഥൻ വേണ്ടി വരുന്നെങ്കിൽ ഈ മധ്യസ്ഥൻ എന്തെങ്കിലും തകരാറ് വേണ്ടേ? എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനും ദൈവത്തിൽ നിന്നൊരു കാര്യം സാധിക്കാനും യേശുവിനെ പോലെ, തന്റെ പക്ഷപാതം പോലെ, തന്റെ പുണ്യാക രക്തം പോലെ വേറെ ഒരു മാധ്യമമില്ല. അത് KJ തോമസ് പറയുന്നതല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. യേശു അല്ലാതൊരു മധ്യസ്ഥനില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് രാത്രി അതരം തുറന്ന് ആമേൻ പറയാൻ പറ്റോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാൽ നമുക്ക് നീതീകരണം കിട്ടി. 2, യേശു ക്രിസ്തു ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്
നമുക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 3, ഇനി യേശു പ്രത്യക്ഷനാകും. എബ്രായ ലേഖനം പറയുന്നത് പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി അവൻ പ്രത്യക്ഷനാകും. ഒന്നാമതവൻ പ്രത്യക്ഷനായപ്പോൾ എനിക്ക് നീതീകരണം കിട്ടിയെങ്കിൽ ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി യേശു പ്രത്യക്ഷനാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 1 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്ത പദം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത പദം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കൽ എന്റെ കർത്താവിന്റെ മടങ്ങി വരവിൽ എന്റെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് ജീവനുള്ള പ്രത്യാശ. അതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അതാണ് തേജസ്കരണം. അതാണ് മഹത്വീകരണം. അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ആദരന്തര നാമം പറയുന്ന എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. KJ തോമസേ, ഇത് വല്ലതും നടക്കും? ഒരു സ്തോത്രം ഒന്ന് പറ. ഇത് വല്ലതും നടക്കുമോ? യേശു വരുമോ? മരിച്ചവർ ഉയർക്കുമോ? പെന്തിക്കോസുകാർ എന്ന് തൊട്ട് പ്രസംഗം തുടങ്ങിയോ? അന്ന് തൊട്ട് പറയുന്ന ദാ വരുന്നു, ദാ വരുന്നു, ദാ വരുന്നു. ഈ പറയുന്നതല്ലാതൊന്നും നടക്കുന്നില്ലല്ലോ. വല്ലതും നടക്കുമോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എനിക്കത് വിഷയമല്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. യേശു മടങ്ങി വരും. യേശു മടങ്ങി വരും. എന്നോട് ചേർന്ന് വിശ്വാസമുള്ളവർ മാത്രം ആ കരം ഉയർത്തി ഒന്ന് സ്വത്രം പറഞ്ഞ് എല്ലാവരും ആ കരം ഉയർത്തി പിടിച്ചു പറ, യേശു വരും. യേശു വരുമെന്ന് ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. അതുകൂടെ പറഞ്ഞിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ കർത്താവ് വരുമെന്ന് ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. എന്നതാ പാസ്റ്ററെ ഉറപ്പ്? നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എത്ര ആകാംക്ഷയോടെ ആയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉറപ്പല്ല ഞാൻ പറയാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ നിന്നൊരു ഉറപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. യേശു വരുമെന്ന് ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. ആ കുറിവാക്യത്തിലുണ്ട് ആ ഉറപ്പ്. 1 പത്രോസിന്റെ ലേഖനം ഒന്നുകൂടെ നിർത്തി 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ അടിപറയിട്ടു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ എന്റെ യേശു മടങ്ങി വരുമെന്ന് എനിക്ക് ദൈവം തന്ന ഉറപ്പ്. യേശുവിന്റെ ഉയർപ്പെന്ന് പറയുമ്പോ ആവേശത്തോടല്ലേ സ്വോത്രം പറയാൻ പറ്റത്തുള്ളൂ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലല്ലേ യേശുവിന്റെ ഉയർപ്പ്. നമ്മുടെ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അടിമത്ത കച്ചവടം നിർമ്മാർജ്ജനം ചെയ്ത എബ്രഹാം ലിങ്കൺ മരിച്ചതൊരു വെള്ളിയാഴ്ച. അമേരിക്കയുടെ ഭരണകാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം, ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടം. എന്തിനേറെ പറയുന്നു, നിരായുധ സമരത്തിലൂടെ ബ്രിട്ടൻ അടിമനുഖത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യമോദിത്തെന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മജി മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. പിറ്റേ ദിവസം ശനിയാഴ്ച അതിരാവിലെ സമയം തൻ്റെ മൃതശരീരം ആ തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തു. അത് തീനാളങ്ങൾ വിഴുങ്ങി. അത് അല്പസമയം കഴിഞ്ഞപ്പോൾ ചാരമായി മാറി. അതിനടുത്ത ദിവസം ഞായറാഴ്ച അതിരാവിലെ സമയം മഹാത്മാഗാന്ധിയോടൊപ്പം രാഷ്ട്രീയ അംഗക്കളരികളിൽ അടരാടിയ ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോ
സരോജിനി നായിഡു ആ ചിതാഭസ്മത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അല്പം ചാരം തന്റെ കൈക്കുമ്പളി കോരിയെടുത്ത് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വൈകാരികമായി പൊട്ടിത്തെറിച്ച് കരഞ്ഞു പറഞ്ഞു, അല്ലയോ മഹാത്മജിയെ, അഹിംസാ സിദ്ധാന്തത്തിന്റെ അക്ഷയമായ വിശ്വാസ രൂപവൽക്കരണത്തിലേക്ക് താങ്കളെ നയിച്ചത് യേശുവിന്റെ ഉപദേശമാണ്. യേശു മരിച്ചതുപോലെ ഒരു വെള്ളിയാഴ്ച താങ്കൾ മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ് വരാമോ? സരോജിനി നായിഡു അലമുറയിട്ട് കരഞ്ഞു. പക്ഷെ തന്റെ സഹപ്രവർത്തകയുടെ ദീനരോധനം കേട്ട് മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. എന്തിനേറെ പറയുന്നു, ഒരു കുപല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരുടെ കല്ലറകൾ ലോക ചരിത്രത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോ പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയുണ്ട്. അതാ ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പ്രസംഗിക്കുന്ന, നാം ആത്മാർത്ഥമായി ആരാധിക്കുന്ന യേശുവിന്റെ കല്ലറ എന്ന് കേൾക്കുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് നന്ദി പറയാം. യേശുവിന്റെ ഉയർപ്പിന് മനുഷ്യവർഗത്തിന് കൊടുത്ത ചില ഉറപ്പുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പുരാതന കാലത്തുണ്ടായിരുന്ന യഹൂദ വിഭാഗത്തിലെ സാദൂക്യർ, ഗ്രീക്ക് തത്വ ചിന്താഗതിക്കാരായ എപ്പിക്കൂരിയം ചിന്താഗതിക്കാര്, അവരൊക്കെ മനുഷ്യൻ ആത്മാവില്ല, മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല, സ്വർഗമില്ല, നരകമില്ല, ന്യായവിധിയില്ല എന്നൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചവരാണ്. അവരുടെ ചിന്ത സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ ആ വാദഗതിക്കാരുടെ വാദമുനകളെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിത്യസത്യത്തിലൂടെ കണ്ണിച്ചു കളഞ്ഞ് ഒരു താത്വികനെ പോലെ മരണാനന്തര ജീവിതം, മനുഷ്യന്റെ ആത്മാവ്, പുനരുദ്ധാനം, സ്വർഗം, നരകം, ന്യായവിധി തുടങ്ങിയ കാര്യങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ പൗലോസ് പറയുന്ന ഒരു പദം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ് പറയുകയാണ്, ആദ്യ ഫലം ക്രിസ്തു. അടുത്തത് പിന്നെ അവന്റെ വരവിങ്, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അടുത്തത് പിന്നെ അവസാനം. ഒന്നുകൂടെ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? യഹൂദന്മാർക്ക് 7 പെരുന്നാൾ ഉണ്ടായിരുന്നു. ജോസഫസ് അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ആ 7 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ് ആദ്യബലക്കറ്റ പെരുന്നാൾ. ആദ്യബലക്കറ്റ പെരുന്നാളിന് 3 ദിവസം മുമ്പ് ജനവും പുരോഹിതനും കൂടെ വയലിലേക്ക് വരും. സന്ധ്യയായോ, സന്ധ്യയായോ, സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിക്കും. സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആ വയലിൽ നിന്ന് ആദ്യബലക്കറ്റ കൊയ്തെടുക്കും. ആ കൊയ്തെടുക്കപ്പെട്ട ആദ്യബലക്കറ്റ ദൈവാലയത്തിൽ മഹാപുരോഹിതന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. മഹാപുരോഹിതൻ ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുമ്പിൽ വെക്കും. 3-ാമത്തെ ദിവസം അദ്ദേഹം ആ കറ്റയെടുത്ത് ഉയർത്തി വീശും. അതിന് പറയുന്ന പേരാണ് നീരാജനം ചെയ്യുക. എന്താ അതിന്റെ അർത്ഥം? യഹൂദന്റെ വയലിൽ നിന്ന് ആദ്യബലക്കറ്റ കൊയ്തെടുത്ത് ദൈവാലയത്തിൽ തിരശീലയുടെ മുമ്പിൽ വെച്ച് അത് നീരാജനം 3-ാമത്തെ ദിവസം ചെയ്യുന്നത് പോലെ യേശു ക്രിസ്തു ആദ്യബലക്കറ്റ കൊയ്തെടുക്കപ്പെട്ടതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുമ്പിൽ വെക്കുന്നത് പോലെ അരിമത്യക്കാരൻ യോസേപ്പിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെച്ചോ. 3-ാമത്തെ ദിവസം ആ കറ്റയെടുത്ത് ഉയർത്തി വീശുന്നത് പോലെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് യോസേപ്പിന് അവന്റെ കല്ലറ തിരികെ കൊടുത്ത് നസ്രായൻ ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയുക. അതാ പൗലോസ് പറയുക, ആദ്യ ഫലം ക്രിസ്തു, അടുത്തത് പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യ ബലക്കറ്റ മറ്റൊന്നിന്റെ മുന്നോടിയാണ്, മറ്റൊന്നിന്റെ സൂചനയാണ്. പുരോഹിതനെ, മഹാപുരോഹിതനെ, ആ വയലിൽ നിന്ന് ആദ്യ ബലക്കറ്റ മാത്രമേ കൊയ്തെടുക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ആ ആദ്യ ബലക്കറ്റ കൊയ്തെടുക്കപ്പെട്ട വയലിൽ മറ്റൊരു കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. ഈ ആദ്യ ബലക്കറ്റ കൊയ്ത വയലിൽ അടുത്തൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു, എന്നതിന്റെ മുന്നോടിയായിരുന്നു അവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യ ബലക്കറ്റയെങ്കിൽ പൗലോസ് പറയുക, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും മറ്റൊന്നിന്റെ സൂചനയാണ്, മറ്റൊന്നിന്റെ മുന്നോടിയാണ്. എന്തിന്റെ സൂചന, എന്തിന്റെ മുന്നോടി? എന്റെ രക്ഷിതാവ് ഉയർത്ത മണ്ണിൽ മറ്റൊരു ഉയർപ്പ് നടക്കാൻ പോകുകയാണ്. ആരുടെ ഉയർപ്പ്? എപ്പോൾ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന
ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ കല്ലറകളെ തുറന്ന് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, നമ്മുടെ കർത്താവ് വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ള ദൈവമക്കൾ ആവേശത്തോടെ കരമടിച്ച് ഒരു മിനിറ്റ് കൂടെ ശക്തിയോടെ ഇന്ന് രാത്രി സ്തോത്രം പറയാ. എല്ലാ ധനങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് ഒരു മിനിറ്റ് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ ധനങ്ങളും തുറക്കട്ടെ. കരമടിച്ച് ആ ധനം തുറന്ന് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. 9 മണിക്ക് യോഗം ആശീർവാദം പറയണമെന്ന് സംഘാടകരനോട് പറഞ്ഞതുകൊണ്ട് ഒത്തിരി സമയം ഞാൻ ആരാധനയ്ക്ക് വേർതിരിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുക, ഹൃദയങ്ങൾ ഏകാഗ്രമാക്കുക. കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ മക്കൾ അറിയട്ടെ, ഈ ലോകം അധികം ഇങ്ങനെ മുൻപോട്ട് പോകില്ല. അനധിവിദൂര ഭാവിയിൽ കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വരുവിൻ എന്ന ശബ്ദവുമായി നമ്മുടെ രക്ഷിതാവ് മടങ്ങി വരൂ. യേശു മടങ്ങി വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. മരിച്ചവർ ഉയർക്കാൻ പോകുന്നു. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? കർത്താവ്, പ്രിയപ്പെട്ടവരെ, വീശിയടിക്കുന്ന കാറ്റും പെയ്തുകൂട്ടുന്ന പ്രളയവും ഭൂകമ്പങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിന്റെ ഗതിവിഗതികളും എല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു ഈറ്റുനോവാണെന്ന്. കേട്ടോ, ഈറ്റുനോവെടുത്തുകൊണ്ടിരിക്കുകയാ ഭൂമി. എന്നാൽ ഈ ഈറ്റുനോവ് ഒരു ഡെലിവറിയിലേക്ക് മാറും. എന്റെ ശവങ്ങൾ എണീക്കും, എന്റെ മൃതന്മാർ ജീവിക്കും. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. വിശുദ്ധരെ പ്രസവിക്കാൻ, വിശുദ്ധരെ പുറത്തേക്ക് വിടാൻ ഇവിടെ ഭൂമി പ്രപഞ്ചം ഈറ്റുനോവോടെ കാത്തിരിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന ദൈവമക്കൾ പ്രത്യാശയുടെ കൊടുമുടിയിൽ നിന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയണം, യേശു വരുന്നു, യേശു വരുന്നു. ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? അവർ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഗീതം ചേർന്ന് പാടും ഉലക മഹാന്മാർ അഖിലരും ഒരുമോ. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ കരങ്ങളും ചലിക്കട്ടെ. ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. Jaya
എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ അടയട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒരു മിനിറ്റ് കൂടി ഏകാഗ്രമാകട്ടെ. സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ നിർമ്മലമായ സന്ദേശം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു വരുന്നു, മരിച്ചവർ ഉയർക്കാൻ പോകുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധർ രൂപാന്തരപ്പെടാൻ പോകുന്നു. രണ്ട് കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒന്ന് യേശുവിൻ്റെ വരവ്, രണ്ട് താങ്കളുടെ മരണം. യേശുവിൻ്റെ വരവിന് മുമ്പ് മരിച്ചാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമോ? അല്ല. ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ രൂപാന്തരപ്പെടുമോ? ജീവിതം ഒന്നേ ഉള്ളൂ, അത് ചുരുക്കമാണ്, അത് ഹ്രസ്വമാണ്. എന്നാൽ തലയ്ക്കു മുകളിലുള്ള നിത്യത വലുതാണ്. നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത, സങ്കല്പത്തിൽ പോലും മനസ്സിലാകാത്ത ഉന്നതമായൊരു നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിൽ. ആ നിത്യത തിരഞ്ഞെടുക്കാൻ ഒരു കൊച്ചു ജീവിതം ഈ ഭൂമിയിൽ. ഇന്ന് രാത്രി എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, എൻ്റെ യൗവനക്കാരി, ഇത്രയും നാൾ ജീവിച്ചില്ലേ?
അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ, അപ്പന് വേണ്ടി ജീവിച്ചില്ലേ, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഭർത്താവിന് വേണ്ടി ജീവിച്ചില്ലേ, മക്കൾക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഭൗതിക കാര്യത്തിന് വേണ്ടി ജീവിച്ചില്ലേ, വീടിന് വേണ്ടി ജീവിച്ചില്ലേ, ജോലിക്ക് വേണ്ടി ജീവിച്ചില്ലേ, എല്ലാത്തിനു വേണ്ടി ജീവിച്ചില്ലേ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നിത്യതയ്ക്കായി ജീവിക്കണ്ടേ? തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയില്ലേ? നിത്യതയിലെത്താൻ യേശുവിൻ്റെ അടുക്കൽ പോകാൻ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. വിശ്വാസ സ്നാനം സത്യമാണ്, അത് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് നിങ്ങൾ നടത്തപ്പെടണം. യേശുവിൻ്റെ വരവിൽ പോകാൻ, നല്ലൊരു ഉയർപ്പ് കിട്ടാൻ ഉപദേശ വിശുദ്ധി മാത്രം പോരാ, ജീവിതവും സൂക്ഷിക്കണം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഇന്ന് രാത്രി ഭക്തിക്ക് എവിടെങ്കിലും കേടുണ്ടോ? പ്രപഞ്ചമോഹങ്ങൾ എവിടെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ, ദൈവമേ, നിത്യത മറന്നൊരു ജീവിതം എനിക്ക് ഈ ഭൂമിയിൽ വേണ്ട. നിത്യതയിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാത്തിനെയും ഇന്ന് രാത്രി എന്നിൽ നിന്നും മാറ്റി, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കി എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണം. ഞാൻ അതിനായി സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവർ മാത്രം ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ആഗ്രഹമുള്ളവർ കരങ്ങളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കരം ഉയർത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. കരം ഉയർത്തി ലക്ഷിക്കേണ്ട, കർത്താവ് നിങ്ങളെ കാണട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിയ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നിത്യതയ്ക്കായി കരം ഉയർത്തി സമർപ്പിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യതയിലെത്തുവോളം അങ്ങയുടെ വൻ കൃപയിൽ ഇവരെ നിലനിർത്തേണമേ. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ, ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ, ബന്ധിതരെ വിടുവിക്കണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിന്റെ അയൽവാസികളെ ദൈവം അനുഗ്രഹിക്കണേ. ഈ ശബ്ദം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. ഈ പ്രാദേശിക സഭയെ, കർത്തൃദാസനെ, കുടുംബത്തെ, ദൈവമക്കളെ അനുഗ്രഹിക്കണേ. തോമസ് കോശ് ബ്രദറെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഒത്തിരി നന്ദി. നാളെയും മറ്റന്നാളും അങ്ങയുടെ അഭിഷക്തന്മാരെ അഗ്നി കഷ്ണങ്ങളാക്കി ഇവിടെ നിർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ച് ശുശ്രൂഷിക്കാൻ അവസരം തന്ന ബഹുമാന്യനായ കർത്തൃദാസന്, ദൈവത്തിന്റെ കുടുംബ സഭ, വിശേഷാൽ ഈ വാത്സല്യ കുടുംബത്തിന്, പ്രിയ ബാബു ഷമൻ പാസ്റ്റർക്കും എന്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.